36 മുതൽ 40 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടി 327 മുതൽ 372 വരെയുള്ള നാമങ്ങളാണ് ഇന്ന് നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ 8ാമത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. 36-ാം ശ്ലോകം. സ്കന്ദധരോധുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാതിദേവ പുരന്ദര. സ്കന്ദധര, ധുര്യ, വരദ, വായുവാഹന, വാസുദേവ, ബൃഹദ്ഭാനു, ആദിദേവ, പുരന്ദര എന്നിവയാണ് ഈ ശ്ലോകത്തിലെ 9 നാമങ്ങൾ. സ്കന്ദിക്കുക എന്നാൽ പ്രവഹിക്കുക എന്നാണ് അർത്ഥം. അമൃതരൂപത്തിൽ പ്രവഹിക്കുന്നവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. ശിവപുത്രനായ സുബ്രഹ്മണ്യൻ്റെ സ്കന്ദൻ്റെ രൂപം ധരിച്ചവനാണ് വിഷ്ണു എന്നും അർത്ഥമാക്കുന്നു. സേനാനികളിൽ ഞാൻ സ്കന്ദനാണ് എന്ന് ഭഗവാൻ വിഷ്ണു ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് കാണാം. സ്കന്ദധര, സ്കന്ദമെന്നതിന് ധർമ്മമാർഗമെന്നും അർത്ഥം പറയുന്നു. അതുകൊണ്ട് ഭഗവാൻ വിഷ്ണു ധർമ്മമാർഗത്തെ ധരിച്ചവനാണെന്ന് പറയുന്നു. ധുര്യ, ഭാരം വഹിക്കുന്നവൻ എന്ന ഈ നാമത്തിന് അർത്ഥം പറയാമത്രേ. അപ്പോൾ വിഷ്ണു ലോകഭാരം മുഴുവൻ വഹിക്കുന്നവനാണ് എന്ന് കാണാം. വരദ, വരം തരുന്നവൻ വരദൻ എന്നതുകൊണ്ട് ശ്രേഷ്ഠമായ വരം നൽകുന്നവനാണ് വിഷ്ണു എന്ന് കാണാം. വായുവാഹന, വായുക്കളെ 7ആയി പറഞ്ഞിരിക്കുന്നു. സപ്തമരുക്കൾ ആവഹം, പ്രവഹം, അനുവഹം, സംവഹം, വിവഹം, പരാവഹം, പരിവഹം എന്നിവയാണ്. ഈ 7 വായുക്കളെയും വഹിക്കുന്നവനാണ് വിഷ്ണു എന്ന് പറയുന്നു. മേഘത്തിൻ്റെയും ഭൂമിയുടെയും മധ്യത്തിലുള്ളത് ആവഹം, മേഘത്തിൻ്റെയും സൂര്യൻ്റെയും മധ്യത്തിലുള്ളത് പ്രവഹം, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മധ്യത്തിലുള്ളത് അനുവഹം, ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും മധ്യത്തിലുള്ളത് സംവഹം, നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും മധ്യത്തിൽ വിവഹമെന്നും ഗ്രഹങ്ങളുടെയും സപ്തഋഷികളുടെയും മധ്യത്തിലുള്ളത് പരാവഹമെന്നും പറയുന്നു. സപ്തഋഷികളുടെയും ധ്രുവൻ്റെയും മധ്യത്തിലുള്ളതിനെ പരിവഹമെന്നും ആണ് പറയുന്നത്. വാസുദേവ, വസു എന്നാൽ വസിക്കുന്നവൻ, ദേവ എന്നാൽ ദേവനം ചെയ്യുന്നവൻ, കളിക്കുന്നവൻ എന്നർത്ഥം വരുന്നു. സർവ്വപ്രാണികളിലും ജീവാത്മായി വസിക്കുന്നവനും സലീലം പെരുമാറുന്നവനുമാണ് വിഷ്ണു അല്ലെങ്കിൽ വാസുദേവനെന്ന് പറയുന്നു ഇവിടെ. ബൃഹദ്ഭാനു, ബൃഹത്തായ ഭാനു, സൂര്യൻ എന്ന് പറയുന്നു. വിഷ്ണു വളരെ വലിയ സൂര്യനാണ് എന്നാണ് പറയുന്നത്. സൂര്യനും ചന്ദ്രനും വിഷ്ണുവിൻ്റെ തേജസ് കൊണ്ടാണ് പ്രകാശിക്കുന്നത് എന്ന് അർത്ഥമാക്കുന്നു. ആദിദേവ, മൂലകാരണമായ ആദികാരണമായ ദേവനാണ് വിഷ്ണു എന്ന് വിശേഷിപ്പിക്കുന്നു. പുരന്ദര, ധാരണം ചെയ്യുക എന്നാൽ പിളർക്കുക എന്നാണ് അർത്ഥം. പുരങ്ങളെ, അതായത് ദൈത്യന്മാരുടെ വാസസ്ഥലങ്ങളെ ധാരണം ചെയ്യുന്നവനാണ് വിഷ്ണു എന്ന് ഇവിടെ പറയുന്നു. 37-ാം ശ്ലോകം. അശോകസ്താരണസ്താര ശൂരശൗര്യർജനേശ്വര അനുകൂലശതാവർത്ത പത്മീ പത്മനിഭേക്ഷണ. 10 നാമങ്ങൾ നമുക്കിവിടെ കാണാം. അശോക, താരണ, താര, ശൂര, ശൗരി, ജനേശ്വര, അനുകൂല, ശതാവർത്ത, പത്മീ, പത്മനിഭേക്ഷണ എന്നിവയാണ് 10 നാമങ്ങൾ. അശോക, ശോകമില്ലാത്തവൻ എന്നാണ് വിഷ്ണുവിനെ ഇവിടെ വിശേഷിപ്പിക്കുന്നത്. വിഷമങ്ങളെ 6ആയി തിരിച്ചിരിക്കുന്നു. ശോകം, മോഹം, വിശപ്പ്, ദാഹം, ജനനം, മരണം എന്നിവയാണ് 6 ശോകങ്ങളായി പറയപ്പെടുന്നത്. ഷഡൂർമികൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത്. അവയിൽ ആദ്യത്തേതായ ശോകത്തെക്കുറിച്ചാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ 6 ശോകങ്ങളും ഇല്ലാത്തവനെന്നാണ് ഈ നാമം കൊണ്ട് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്. താരണ, തരണം ചെയ്യിക്കുന്നവൻ താരണൻ. സംസാര ദുഃഖങ്ങളിൽ നിന്ന് കരകയറ്റുന്നവൻ, തരണം ചെയ്യിക്കുന്നവനെന്ന് ഈ നാമത്തിൽ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. താര, നരജന്മമാകുന്ന ഭയത്തിൽ നിന്ന് മുക്തനാക്കുന്നവനാണ് വിഷ്ണു എന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. ശൂര, ശൂരനാണ് വിഷ്ണു എന്നർത്ഥം പറയുന്നു. യോദ്ധാവ്, വീരൻ, ധീരനായ പുരുഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കാം. ശൗരി, വസുദേവൻ്റെ പിതാവായ ശൂരസേനൻ്റെ കുലത്തിൽ ജനിച്ചവനായതുകൊണ്ട് ശ്രീകൃഷ്ണനെ ശൗരി എന്ന് വിളിക്കുന്നു. ജനേശ്വര, ജനങ്ങളുടെ, ജനിച്ചവരുടെ ഈശ്വരനാണ് വിഷ്ണു എന്നാണ് ഇവിടെ പറയുന്നത്. അനുകൂല, എല്ലാറ്റിനും എല്ലാവർക്കും അനുകൂലമായി നിൽക്കുന്നവൻ എന്നാണ് ഈ നാമത്തിലെ വിശേഷണം. ഭഗവാൻ വിഷ്ണുവിൻ്റെ മുൻപിൽ ആർക്കും പ്രതികൂലമായി നിൽക്കുവാനാവില്ല എന്ന് പറയുന്നു. ശതാവർത്ത, ശതമെന്നാൽ 100, 100 കണക്കിന് ആവർത്തിക്കുന്നവൻ, പല പ്രാവശ്യം അവതരിക്കുന്നവൻ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. പത്മീ, പത്മം കയ്യിലെന്തിയവനാണ് പത്മി എന്ന് പറയുന്നത്. പത്മനിഭേക്ഷണ, ഈക്ഷണം എന്നാൽ കണ്ണുകൾ. താമരയുടെ പോലെ ഭംഗിയുള്ള കണ്ണുകളോട് കൂടിയവനെന്നാണ് ഇവിടെ വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നത്.
38 ശ്ലോകം. പത്മനാഭോരവിന്ദാക്ഷ പത്മഗർഭശരീരഭൃത് മഹർധിർദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജ. പത്മനാഭ, അരവിന്ദാക്ഷ, പത്മഗർഭ, ശരീരഭൃത്, മഹർധി, ഋദ്ധ, വൃദ്ധാത്മാ, മഹാക്ഷ, ഗരുഡധ്വജ എന്നിങ്ങനെ 9 നാമങ്ങൾ ഇവിടെ നമുക്ക് കാണാം. പത്മനാഭ, ഈ നാമം നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതാണ്. ഹൃദയപത്മത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവനെന്നും വിഷ്ണുവിനെ വിശേഷിപ്പിക്കാം. അരവിന്ദാക്ഷ, ചെന്താമരയുടെ ഇതളുകൾ പോലെയുള്ള കണ്ണുകളോടുകൂടിയവൻ എന്നാണ് വിശേഷണം. പത്മഗർഭ, ഹൃദയമായ പത്മത്തിൻ്റെ മധ്യത്തിൽ, അതായത് ഗർഭത്തിൽ ധ്യാനിക്കപ്പെടുന്നവനെന്നാണ് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നത്. ശരീരഭൃത്, ശരീരങ്ങളെ യഥായോഗ്യം പരിപോഷിപ്പിച്ച് നിർത്തുന്നവരെന്ന് ഈ നാമത്തിന് അർത്ഥം വരുന്നു. മഹർധി, ഋദ്ധി എന്നാൽ ഐശ്വര്യം, മഹത്തായ അനന്തമായ ഐശ്വര്യത്തോടു കൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ഋദ്ധ, ഋദ്ധിയെ പ്രാപിച്ചവൻ, സമൃദ്ധൻ എന്നൊക്കെ നാമത്തിന് അർത്ഥം വരുന്നു. ഈ പ്രപഞ്ചത്തിൽ ഒന്നിനും ഒരു കുറവുമില്ലാത്തവനാണ് വിഷ്ണു എന്ന് പറയുന്നു. വൃദ്ധാത്മാ, അതിപുരാതനമായ ആത്മാവോടുകൂടിയവനെന്നാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. മഹാക്ഷ, അതിവിശിഷ്ടമായ കണ്ണുകളോടുകൂടിയവനാണ് വിഷ്ണു എന്ന് പറയുന്നു. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് ആർക്കും ഒന്നും തന്നെ മറയ്ക്കുവാനാവില്ല എന്ന് സാരം. ഗരുഡധ്വജ, ധ്വജമെന്നാൽ കൊടി, ഗരുഡൻ്റെ അടയാളത്തോടുകൂടിയ കൊടിയോടുകൂടിയവനാണ് വിഷ്ണു. 39 ശ്ലോകം. അതുലശരഭോ ഭീമസമയജ്ഞോ ഹവിർഹരി സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിം ജയ. അതുല, ശരഭ, ഭീമ, സമയജ്ഞ, ഹവിർഹരി, സർവലക്ഷണലക്ഷണ്യ, ലക്ഷ്മീവാൻ സമിതിഞ്ജയ, ഇങ്ങനെ 8 നാമങ്ങളാണ് ഇവിടെ വരുന്നത്. അതുല, തുലനം ചെയ്യാനാവാത്തവൻ, അതുല്യൻ, തുല്യതയില്ലാത്തവൻ എന്നൊക്കെ അർത്ഥം പറയാം. ശരഭ, ശീർണമാകുന്നത്, വാടി വീഴുന്നത് ശരമെന്ന് പറയപ്പെടുന്നു. ശരീരം അല്ലെങ്കിൽ പുറത്തെ കൂടിനെ ശരമെന്ന് പറയുന്നു ഇവിടെ. അങ്ങനെയുള്ള ശരീരങ്ങളിൽ ശോഭിക്കുന്നവനാണ് വിഷ്ണു എന്നാണ് അർത്ഥമാക്കുന്നത്. ഭീമ, ഭയങ്കരമെന്നർത്ഥം പറയുന്നു. ദുഷ്ടന്മാർക്ക് ഭയങ്കരനാണ് വിഷ്ണു എന്ന് പറയുന്നു. സമയജ്ഞ, ഈ നാമത്തിനെ 2 രീതിയിൽ പറയാം. സമയ എന്നും ജ്ഞ എന്നും ആയി, അല്ലെങ്കിൽ സമ എന്നും യജ്ഞ എന്നുമായി. ആദ്യത്തേന് സമയത്തെ, അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നിവയുടെ സമയത്തെയും മാറി വരുന്ന 6 ഋതുക്കളുടെ കാലങ്ങളെയും കുറിച്ച് അറിവുള്ളവനെന്ന് വിശേഷിപ്പിക്കാം. രണ്ടാമത്തേതിന് സമമായ യജ്ഞത്തോടു കൂടിയവൻ, സകലർക്കും ഒരുപോലെ ആരാധ്യനായവനെന്നും അർത്ഥം പറയാം. ഹവിർഹരി, ഒരു യജ്ഞത്തിൽ, യാഗത്തിൽ ഹവിസിനെ സ്വീകരിക്കുന്നവനായി വിഷ്ണുവിനെ ഇവിടെ പരാമർശിക്കുന്നു. മതപരമായ ആചാരങ്ങളിൽ അർപ്പിക്കുന്ന ഭക്തിയുടെയും പ്രാർത്ഥനയുടെയും സ്വീകർത്താവ് എന്ന നിലയിലുള്ള വിഷ്ണുവിൻ്റെ പങ്കിനെ ഈ നാമം സൂചിപ്പിക്കുന്നു. സർവലക്ഷണലക്ഷണ്യ, സർവലക്ഷണങ്ങളെക്കൊണ്ടും ലക്ഷിക്കപ്പെടുന്നവൻ, വർണ്ണിക്കപ്പെടുവാൻ യോഗ്യനായവനാണ് വിഷ്ണു എന്ന് ഇവിടെ അർത്ഥം വരുന്നു. ലക്ഷ്മീവാൻ, ലക്ഷ്മി ദേവിയുടെ കൂടെ സദാ വർത്തിക്കുന്നതുകൊണ്ട് വിഷ്ണുവിനെ ലക്ഷ്മീവാൻ എന്ന് വിശേഷിപ്പിക്കുന്നു. സമിതിഞ്ജയ, യുദ്ധങ്ങളിൽ ജേതാവ്, ധർമ്മയുദ്ധത്തിൽ ജയിക്കുന്ന ശീലമുള്ളവൻ എന്നൊക്കെ നാമം കൊണ്ട് വിഷ്ണുവിനെ വിശേഷിപ്പിക്കുന്നു. 40 ശ്ലോകം. വിക്ഷരോ രോഹിതോ മാർഗോ ഹേതുർദാമോദരസഹ മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശന. 10 നാമങ്ങളാണ് ഇവിടെ വരുന്നത്. വിക്ഷര, രോഹിത, മാർഗ, ഹേതു, ദാമോദര, സഹ, മഹീധര, മഹാഭാഗ, വേഗവാൻ, അമിതാശന എന്നിവയാണ് 10 നാമങ്ങൾ. വിക്ഷര, ക്ഷരം അഥവാ നാശമില്ലാത്തവനാണ് വിഷ്ണു എന്നാണ് ഇതിനർത്ഥം. രോഹിത, ഇതൊരു തരം പ്രത്യേക മത്സ്യത്തിൻ്റെ പേരാണ് എന്ന് പറയുന്നു. മത്സ്യാവതാരത്തിൽ ഭഗവാൻ ഈ മത്സ്യത്തിൻ്റെ രൂപമാണ് എടുത്തത് എന്നാണ് കാണുന്നത്. മാർഗ, മോക്ഷം ആഗ്രഹിക്കുന്നവൻ ആരെ മാർഗണം ചെയ്യുന്നുവോ, അന്വേഷിക്കുന്നുവോ അവനെ മാർഗൻ എന്ന് പറയുന്നു. ഹേതു, ഹേതു എന്നാൽ കാരണമെന്നായതുകൊണ്ട് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായവനാണ് വിഷ്ണു എന്ന് പറയുന്നു. ദാമോദര, ദാമമെന്നാൽ കയർ. ശ്രീകൃഷ്ണാവതാരത്തിൽ യശോദ കൃഷ്ണനെ കയർ കൊണ്ട്, ഉദരത്തിൽ കെട്ടിയ കയർ ഉരലിൽ കെട്ടിയിട്ടല്ലോ, അതുകൊണ്ട് ഭഗവാൻ ദാമോദരൻ എന്ന് അറിയപ്പെടുന്നു. ദാമങ്ങളെന്നാൽ ലോകങ്ങളെന്നും പറയാം.
ആരുടെ ഉദരത്തിൽ ഈ സർവ്വചരാചരങ്ങളും സ്ഥിതി ചെയ്യുന്നുവോ അവൻ ദാമോദരൻ എന്നും പറയപ്പെടുന്നു. സഹ, എല്ലാം സഹിക്കുന്നവനാണ് വിഷ്ണുവെന്ന് ഈ നാമത്തിൽ വിശേഷിപ്പിക്കുന്നു. മഹീധര, ഈ ഭൂമിയെ ധരിച്ചവനാണ് വിഷ്ണുവെന്ന് വീണ്ടും പറയുന്നു. മഹാഭാഗ, മഹാഭാഗ്യവാനാണ് വിഷ്ണു എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേഗവാൻ, ഏറ്റവും കൂടുതൽ ഗതിവേഗമുള്ളവൻ വിഷ്ണുവാണ് എന്ന് ഈ നാമം കൊണ്ട് അർത്ഥമാക്കുന്നു. അമിതാശന, അശിക്കുക എന്നാൽ ഭക്ഷിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാൻ വിഷ്ണു അമിതമായി ഭക്ഷിക്കുന്നവനാണ് എന്ന് വിശേഷിപ്പിക്കുന്നു. കൽപ്പാന്തത്തിൽ ഭഗവാൻ സർവ്വതും അശനം ചെയ്യുന്നുവെന്ന് അർത്ഥമാക്കുന്നു. ഇതോടെ 40 ശ്ലോകങ്ങളും 372 നാമങ്ങളും കണ്ടുകഴിഞ്ഞു. ഇനി 5 ശ്ലോകങ്ങൾ ചൊല്ലാം. സ്കന്ദ സ്കന്ദധരോധുര്യോ വരദോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനുരാതിദേവ പുരന്ദര അശോകസ്താരണസ്താര ശൂരശൗര്യർജനേശ്വര അനുകൂലശതാവർത്ത പത്മീ പത്മനിഭേക്ഷണ പത്മനാഭോരവിന്ദാക്ഷ പത്മഗർഭശരീരഭൃത് മഹർധിർദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജ അതുലശരഭോ ഭീമസമയജ്ഞോ ഹവിർഹരി സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിം ജയ വിക്ഷരോ രോഹിതോ മാർഗോ ഹേതുർദാമോദരഃ സഹ മഹീധരോ മഹാഭാഗോ വേഗവാനമിതാശന. 41 മുതൽ 45 വരെയുള്ള ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മനസ്സിലാക്കാം.